നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, ഇന്ന് ലോക വിധവ ദിനമാണ്. ഒരു വിധവയായാലുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് അനുഭവത്തിൽ കൂടി മനസ്സിലാക്കാം, അല്ലെങ്കിൽ നമുക്കത് ഭാവനയിൽ ഊഹിച്ചു മനസ്സിലാക്കാം. ഒരു പെൺകുട്ടി വീട്ടിൽ വന്ന് കയറി അവിടെ അമ്മായിയപ്പനോ അമ്മായിയമ്മ മരിച്ചാൽ അത് അവളുടെ വരവുകൊണ്ടാണ്. ഭർത്താവ് നേരത്തെ മരിച്ചാൽ അതും അവളുടെ കുഴപ്പമാണ് എന്ന് പറഞ്ഞ് മൂലക്കിച്ച കാലത്ത് വിധവകൾക്കും വിവാഹം കഴിക്കാം എന്നൊക്കെ തീരുമാനം വരുത്തിയ കാര്യം വളരെ നല്ല കാര്യം. അതങ്ങനെയുള്ള വിധവാ ദിനത്തിന് ഞങ്ങളുടെയും ഞങ്ങളുടെ പാർട്ടിയുടെയും അകമഴിഞ്ഞ ആശംസകളും അനുമോദനം. മറ്റൊന്ന്, 50 വർഷക്കാലം മദീന കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അധ്യാപകനായിരുന്ന ആ മാന്യദേഹം മരിച്ചു. അദ്ദേഹത്തിൻ്റെ കബർ വിശാലമായി കൊടുക്കുന്നത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. ലാസ്റ്റ് വിജയശ്രീയുടെ ചേച്ചിയുടെ മകൾ സിനിമയിൽ വന്ന് മോഹൻലാലിൻ്റെ നായികയായിട്ട് ആ പെൺകുട്ടി മരിച്ചായിട്ട് റിപ്പോർട്ട് കിട്ടുന്നുണ്ട്. അവരാത്മാവിന് നിത്യശാന്തി നൽകും. കേരളത്തിൽ ഒരുപക്ഷെ VD സതീഷ് അവர்களായിരിക്കും CH മുഹമ്മദ് കോയയ്ക്ക് ശേഷം ഏറ്റവും ചുരുങ്ങിയ കാലയളവിൽ മുഖ്യമന്ത്രിയായിരുന്ന ആൾ എന്ന് ചരിത്രം രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. പല പല കാര്യങ്ങളും അതാണ് കാണുന്നത്. കാരണം അദ്ദേഹം മുഖ്യമന്ത്രി ആക്കാത്തിൽ വഹിക്കുന്നതിൽ നിരാഹാരം അല്ലെങ്കിൽ സത്യാഗ്രഹം ഇരിക്കാൻ ഉദ്ദേശിച്ച ആളാണ് മൊയ്തീൻ ഷാ. അപ്പോഴാണ് അങ്ങനെ ഒന്നും ചെയ്യേണ്ട, അനുകൂലമായിട്ട് ഘടകമുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് മാറിയത്. മുസ്ലിം ലീഗും അതിനുവേണ്ടി പരമാവധി പരിശ്രമിച്ച ആ മുഖ്യമന്ത്രി ആരോടും ചോദിക്കാതെ ലീഗ് മന്ത്രിമാർ വകുപ്പിൽ പോലും കൈകടത്തുന്നു. ലഹരി കുറഞ്ഞ മദ്യത്തിന് വില കുറച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നു, ആ വകുപ്പ് പോലും അറിയാതെ. വന്ദേമാതരം ഫുള്ളായിട്ട് പാടുന്നു. പിന്നെ ഗാന്ധി യൂണിവേഴ്സിറ്റി MG യൂണിവേഴ്സിറ്റിയിലേക്ക് 30 പേരിൽ 19 പേരും സംഘപരിപാടി അനുഭാവികൾ. അങ്ങനെ എല്ലാം കൂടി മാത്രമല്ല, ഇന്നലെ ഒരു ചാനൽ കണ്ടില്ല, നമ്മുടെ സിനിമാ നടൻ RSSൻ്റെ അല്ലെങ്കിൽ BJPയുടെ സിനിമാ നടൻ കൃഷ്ണകുമാറൊക്കെ കാവ്യവസ്ത്രം കാവ്യക്കൊടി വെച്ചിട്ട് അർമാദിക്കുകയാണ്. പിണറായി നടേശൻ്റെ മന്ത്രിസഭ വന്നശേഷം അവർക്ക് കിട്ടിയ ആനുകൂല്യം കുറിച്ചൊക്കെ. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളികൾ ശക്തമായൊരു വിങ് പുറത്തുണ്ട്. വളരെ കുറച്ച് പേര് മാത്രമാണ് സതീഷിന് മുഖ്യമന്ത്രിയാണെന്ന് ആഗ്രഹിച്ചതുള്ളൂ. ബാക്കിയെല്ലാം ശക്തന്മാരിൽ പുറത്തായിരുന്നു. ജനങ്ങൾ ഒരു വിഭാഗം അനുകൂലം ഉണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ സതീഷിന് എന്താണ് പറ്റുന്നത് മനസ്സിലാകുന്നില്ല. കാരണം 1-ാം തീയതി കർണാടകയിൽ പോയി മംഗലാപുരത്ത് പോയതിൻ്റെ കാര്യമൊന്നും കൃത്യമായിട്ട് പറയുന്നില്ല. എന്തൊക്കെയോ ദുരൂഹതയും ഒളിച്ചു വയ്ക്കുകയാണ്. ഇപ്പം ഞങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജ് എന്നറിയോ, ജൂനിയർ പിണറായി വിജയനാകും സതീഷ് എന്ന് പറഞ്ഞെടുത്ത് ഇപ്പോൾ പിണറായി വിജയൻ്റെ ഗുരുവാകും, ആശാനാകും സതീഷ് എന്നാണ് ഇപ്പോൾ ചിലർ മെസ്സേജ് അയക്കുന്നത്. അതുകൊണ്ട് ഏകാധിപതിയും അല്ലെങ്കിൽ അതുപോലെയുള്ളതൊക്കെയാണ്. എന്താണ് ഈ മനുഷ്യൻ, എന്ത് പറ്റി? ഒരു ജനാധിപത്യ രാജ്യമാണ്. കൂട്ടുത്തരവാദിത്തമുള്ള മന്ത്രിസഭയിൽ അതാത് വകുപ്പ് മന്ത്രിമാരുടെയൊക്കെ ആലോചിക്കാതെ അത് കുഞ്ഞാലിക്കോട്ടെ പോലുള്ള സീനിയർ നേതാവിൻ്റെ വകുപ്പിലൊക്കെ പിന്നെ കൈകടത്തുന്നത്. KSEBയുടെ 3500 കോടി രൂപയുടെ ഭരണപരിഷ്കാരത്തിന് ഓർഡറൊക്കെ മന്ത്രിസഭ രൂപീകരിക്കും പിന്നെ ഉദ്യോഗസ്ഥന്മാർ പിന്നെ റെക്കമെൻഡ് ചെയ്തൊക്കെ. എന്താണത് മനസ്സിലാകുന്നില്ല. അത് ഒരു കാര്യം മനസ്സിലാക്കുക, സതീഷിൻ്റെ കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ അപകടത്തിലേക്ക് പോകുന്നത്. ഈ ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷം എന്നും മുസ്ലിങ്ങളാണ്. അവർ 10-20% ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചുള്ള പര്യായം അല്ലെങ്കിൽ ഫിലോസഫി, കാട്ടിൽ നിൽക്കുന്ന ഒരു മരത്തിൻ്റെ തണലിൽ വളർന്നു വരുന്ന ചെറിയ വൃക്ഷം വൻമരത്തിൻ്റെ തടസ്സം കാരണം ചരിഞ്ഞ് പോയി വളരുന്ന പോലെ എവിടുന്നാണല്ലോ കൂടുതൽ ആനുകൂല്യം സുരക്ഷിതത്വവും കിട്ടുന്ന വെച്ചാൽ ആ വിങ്ങിലേക്ക് ആ ഭാഗത്തേക്ക് ചായും. അത് സൈക്കോളജിയാണ്, അത് ഫിലോസഫിയാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ സപ്പോർട്ട് കൊണ്ട് അല്ല, കോൺഗ്രസിൻ്റെ കൂടെ
ഇന്ത്യയിൽ മുസ്ലിങ്ങളിൽ നിന്ന് കഴിഞ്ഞ് 17 വർഷക്കാലം എന്ത് മുസ്ലിം സമുദായം നേടി? അതുകൂടാതെ പിന്നെ ലാലുവിൻ്റെ കൂടെ മുസ്ലിങ്ങൾ വോട്ടും മുസ്ലിങ്ങളുടെ പണവും കിട്ടി ലാലു അധികാരത്തിൽ വന്നു, മുല്ലായും അധികാരത്തിൽ വന്നു, മായാവതി അധികാരത്തിൽ വന്നു. മായാവതി 4 പ്രാവശ്യമാണ് യു പി മുഖ്യമന്ത്രി. യു പി മുഖ്യമന്ത്രി വെച്ചാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒപ്പമാണ്. അവിടെ മുസ്ലിം സമുദായത്തിൽ എന്ത് കിട്ടിയത്? എല്ലാ പാർട്ടിയും അതുപോലെ എല്ലാ പാർട്ടിയും. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കോൺഗ്രസ് 100 ആൾ വന്ന് വോട്ട് ചെയ്യുമ്പോൾ 1 വോട്ട് കിട്ടുന്ന നായർ സമുദായത്തിന് അവർ നിയന്ത്രണത്തിലേക്ക് രാജ്യം പോകുന്നു എന്ന് പറയുമ്പോൾ ഈ 30 വോട്ട് കിട്ടിയവർക്ക് എന്തുണ്ട്? ഇപ്പോൾ മനസ്സിലാക്കണ്ടേ? അപ്പോൾ ഒരു കാരണവശാലും കഴിഞ്ഞ സംഭവങ്ങൾ വിലയിരുത്തുമ്പോൾ 20% വരുന്ന മുസ്ലിങ്ങളിൽ 99.9% വോട്ടും BJP ഒഴിച്ചുള്ള പാർട്ടിക്ക് കൊടുത്തിട്ട് ഇന്ത്യയിൽ അവർക്ക് അവിടുത്തെ ഒരു നേട്ടം കിട്ടിയില്ല. മാത്രം അവർ കറിവേപ്പില ഒഴിവാക്കരുത്. കോൺഗ്രസ് അതിപ്പോൾ അതുണ്ടോ? മുലായത്തിൻ്റെ കൂടെയുണ്ടോ? ലാലുവിൻ്റെ കൂടെയുണ്ടോ? നിതീഷിൻ്റെ കൂടെയുണ്ടോ? മായാവതി കൂടെയുണ്ടോ? കേരളത്തിൽ ലീഗിൽ കുഞ്ഞാക്കണ്ടെന്നല്ലത് വേറെ അറിയപ്പെടുന്ന മുസ്ലിം നേതാവ് ഏതാ കേരളത്തിലുള്ള കോൺഗ്രസ്സിൽ? പണ്ട് TH മുസ്തഫയും പിന്നെ ആര്യാടനൊക്കെ ഉണ്ടായത്. ഇന്നിപ്പോൾ അറിയപ്പെടുന്ന ആരാള്? ഒരു നേതാവിൻ്റെ പേര് പറയടോ. മുസ്ലിം സമുദായത്തിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ അറിയപ്പെടുന്ന ഒരു നേതാവ് പറയൂ. ഇപ്പം ആകെയുള്ള ഷാഫിയാണ് വന്നത്. അത് ചെറുപ്പമാണ്. ആ ഷാഫി ഒതുക്കിക്കളഞ്ഞു. പിണറായി വിജയനെതിരെ മത്സരിച്ച് വന്ന റഹ്മാനോ ഇട്ടുണ്ട്. അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആക്കണമെന്നൊക്കെ പറഞ്ഞു. അതും തകർത്ത് കളഞ്ഞ്. ഇന്നിപ്പോൾ കൊല്ലത്തുകാരൻ നിന്ന് തോറ്റ് തൊപ്പിയിട്ട് ആള് കാസർഗോഡ് പോയി അവിടുത്തെ മുസ്ലിങ്ങൾ വോട്ട് കിട്ടി ഇവിടെ നെറ്റിയത്തെ കുറിയൊക്കെ മായ്ച്ചു കളഞ്ഞ് മുസ്ലിമായിട്ട് അഭിനയിച്ച് വോട്ട് കിട്ടി 2 പ്രാവശ്യം ജയിച്ചു. ആ പുള്ളിയാണ് ഉണ്ണിത്താൻ. ജാതി നോക്കിയിട്ട് കാര്യമില്ല, എനിക്ക് KPC പ്രസിഡന്റ് ആവണമെന്ന്. അവനൊക്കെ കാരണത്തിനടിക്കേണ്ടല്ലോ. KPC പ്രസിഡന്റിന് തറവാട്ട് സ്വത്തോ? അതുപോലെ ഉന്നയിച്ച് വേറൊരു കള്ളനുണ്ട്. അതാണ് നമ്മുടെ കൊടിക്കുന്നിൽ. സമ്പാദിച്ചു ഒരു കുഞ്ഞിനെ പോലും സഹായിക്കാതെ ദളിതിൻ്റെ വോട്ടും പേരും പറഞ്ഞിട്ട് ക്രിസ്ത്യാനിക്ക് വേണ്ടി വായിച്ചുകൊണ്ട് ഇരിക്കും പ്രസിഡന്റ് ആവണം. എൻ്റെ അവകാശമാണ്. പോയി പണിയോ കൂടെ പോയില്ലേ? ഇതാണ് നിങ്ങൾക്ക് അവകാശമാണ്. കോൺഗ്രസിന് പ്രസിഡന്റ് സ്ഥാനം കൊടുക്കാൻ അവകാശമാണത്. കുടുംബ സ്വത്തുമില്ല അവിടെ. സന്ദർഭവശാൽ അവസരം കിട്ടാണെങ്കിൽ ആയിക്കോട്ടെ, നോ പ്രോബ്ലം. അല്ല, എനിക്ക് വേണമെന്ന് പറയുമ്പോൾ ഒറ്റ കാര്യം കൊണ്ട് തന്നെ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമല്ലോ താഴെ ചെയ്യേണ്ടതാണ്. എന്ത് അവകാശം പറയുന്നത്? അതുപോലെ 100 പേര് വന്ന് വോട്ട് ചെയ്യുമ്പോൾ 1 വോട്ടാണ് നായർ വിഭാഗത്തിന് UDF കിട്ടിയിരിക്കുന്നത്. സിംഗിൾ 1. ആ 1 കിട്ടി 6 നായന്മാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. നായന്മാർ ഭരിക്കുന്ന ഇഷ്ടക്കുറവൊന്നുമില്ല. പക്ഷേ അവരൊരു കപ്പാസിറ്റി വേണ്ടേ? ഈ താൻ പറഞ്ഞില്ല, തുണിയില്ലാതെ ഓടിയൊക്കെ അതല്ലേ പെണ്ണ് കേസപ്പെട്ട കാരണം വേണ്ടിത്താരൊക്കെ അങ്ങോട്ട് അധികം കാസർഗോഡ് നിന്ന് മുസ്ലിങ്ങൾ വോട്ട് കിട്ടി പണം കിട്ടി 2 പ്രാവശ്യം ദയവായ പുള്ളിയൊന്നും ഞാനാണ് രാജാവെന്നാണ്. നിങ്ങൾക്ക് തരാം. എത്ര ശതമാനം വോട്ടുണ്ട് കേരളത്തിൽ നിങ്ങളുടെ ഗ്രൂപ്പിന്? പറയടോ. നായർ ഗ്രൂപ്പിൽ എത്ര ശതമാനം വോട്ടുണ്ട്? 9% കേരളത്തിൽ. ദേശീയ ലെവലിൽ 0.3 ആണ്. 0.2 ഉള്ളൂ. 1% 10 ദേശീയ ലെവലിൽ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് പറയാൻ ജനാധിപത്യത്തിൽ ഭൂരിപക്ഷത്തിനാണ് വില. തെറ്റാൽ ശരിയായാലും അവിടെ ആളെണ്ണമാണ്. ഇവിടെ 20% മുസ്ലിം സമുദായത്തിന് ഒരു ചൊക്കും ഈ തെണ്ടി പാർട്ടികളൊന്നും കൊടുക്കുന്നില്ല. അതേസമയത്ത് 0.2% ഉള്ളവർക്ക് എല്ലാം കൊടുക്കുന്നു. ഇവിടെ 9% ഉള്ളവർക്ക് എല്ലാം കൊടുക്കുന്നു. 30% 33% ഉള്ളവർക്കൊന്നും കാര്യമായിട്ട് കിട്ടുന്നില്ല. ഇതൊക്കെയാണ് സത്യം. എന്നിട്ടും ഈ സമുദായം, അതായത് മുസ്ലിം സമുദായം, നിങ്ങൾ എടുത്തോ ഭരിച്ചോ അധികാരം കൈകാര്യം ചെയ്തോ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സമ്മതിക്കുകയാണ്. അതല്ല ഇത് വിശാല മനസ്ക എന്ന് പറഞ്ഞത്. നാം എന്ത് നേടിയെന്നല്ല, നാം ഇത് കൊടുത്തതാണ്. നോട്ട് ഓൺ അവർ മെരിറ്റ് ബട്ട് ഓൺ ഇറ്റ്സ് ഗ്രേസ്. മുസ്ലിങ്ങൾ കൂടെ എന്ത് നേടിയതല്ല, മുസ്ലിങ്ങൾ എന്ത് കൊടുത്തതാണ്. മുസ്ലിങ്ങളിൽ ഇവർക്കെല്ലാം കൊടുക്കുന്നത്. ലാലുവിനെ ആക്കി, മുലായത്തിനാക്കി, മമതാ ബാനർജി ആക്കി. മമതാ ബാനർജി പശ്ചിമ ബംഗാളിൽ പോയിട്ട് അവസാനം BJP. ഞങ്ങളിത് പറയുന്നത് പ്രശ്നാധിഷ്ഠിതമാണ്, അല്ലെങ്കിൽ കാര്യമാത്ര പ്രസക്തമായിട്ടാണ്. വെറുതെ ഊഹം പറയുന്നില്ല. മമതാ ബാനർജി മുഖ്യമന്ത്രി ആകുന്നതിൽ മുസ്ലിം സമുദായത്തിന് ഇഷ്ടക്കുറവുണ്ടായില്ലോ. അവർ പ്രധാനമന്ത്രി ആകുന്നതിൽ ഇഷ്ടക്കുറവുണ്ടായില്ല. പക്ഷേ അവർക്ക് രാജ്യസ്നേഹവും
മുസ്ലിം സ്നേഹവും ഉണ്ടായിരുന്നെങ്കിൽ അവരെന്ത് ചെയ്യണം? BJPയെ എതിർക്കാൻ വേണ്ടി ബാക്കി എല്ലാവരും ഒരു കുടക്കീൽ നിർത്തേണ്ടിയിരുന്നു. അത് രാഹുൽ ചെയ്തോ, മമത ചെയ്തോ, ലാലു ചെയ്തോ, ലൂലു ചെയ്തോ, ഒക്കെ ചെയ്തോ? അവർക്കെല്ലാം അവരുടെ സ്വാർത്ഥ താല്പര്യമാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ട് മറ്റേ ജയപ്രകാശ് നാരായണൻ ചെയ്തതുപോലെ 33% വോട്ടാണ് ഇവിടെ BJP ഇതിൽ കിട്ടിയിരിക്കുന്നത്, കള്ളത്തെ ചെയ്തിട്ട് പോലും. ബാക്കി 66% പുറത്ത് കിടപ്പുണ്ട്, 3/8 ഭാഗം. ആ 2 ഭാഗത്തെ ഒരു കൊടക്കീഴിൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് BJPയെ താഴെ ഇറക്കാൻ കഴിവില്ലെങ്കിൽ നിങ്ങൾക്ക് രാജിവെച്ചു അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നതൊക്കെ. ഇപ്പം മമത എന്നിട്ട് സോണിയാഗാന്ധി വന്ന് കെട്ടിപ്പിടിച്ച് ആത്മഹത്യ ചെയ്ത് കരഞ്ഞപ്പോൾ സോണിയാഗാന്ധി എന്നാൽ ഞാൻ എന്ത് തരാണ് ദേശീയ വൈസ് പ്രസിഡന്റ് കൊടുക്കും. എടോ, സോണിയക്ക് ഒറ്റ ഇങ്ങനെ പറയാൻ പറ്റും സോണിയ ദേശീയ വൈസ് പ്രസിഡന്റ് കൊടുക്കാന്ന്? അല്ലെങ്കിൽ രാഹുൽ ഇങ്ങനെ പറയാൻ പറ്റും ഒറ്റക്ക്? ആരാണ് രാഹുൽ, ആരാണ് സോണിയ? ഒരു എന്നിട്ട് പറയണ് സോണിയാഗാന്ധി വാക്ക് കൊടുത്തു. എന്തിന്? ഞാൻ ബാനർജിക്ക് ദേശീയ വൈസ് പ്രസിഡന്റ്. വയസ്സായി തന്നെ നിൽക്കാൻ പറ്റുന്ന അവസ്ഥയായി. വിവാഹം കഴിച്ച കുട്ടികളൊന്നുമില്ല, ജീവനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അതിനാണ് ദേശീയ വൈസ് പ്രസിഡന്റ് കൊടുക്കാൻ ഈ സോണിയ കുടുംബം, ഈ കത്തോലിക്ക കുടുംബം, കത്തോലിക്ക കോൺഗ്രസ് വാക്ക് കൊടുത്തിരിക്കുന്നത്. അത് വേറൊരു പിന്നെ വേറൊരു വ്യക്തരുണ്ട്, അവർ ദേശീയ ജനറൽ സെക്രട്ടറി. എടോ, AICC ദേശീയ ജനറൽ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ അത് എത്ര ഉത്തരവാദിത്വം, എത്ര അർത്ഥമുള്ള സ്ഥാനമാണ്. എടോ, 20% വരുന്ന ഒരു വിഭാഗം ഉണ്ടോ കൂടെ? അവർക്ക് നിങ്ങൾ എന്ത് പറയാത്തത്? അവർ വോട്ട് വാങ്ങിയ ഈ രാഹുൽ പോലെയുള്ള പറഞ്ഞ കുറച്ച് കിടന്നു, രാഹുൽജി പോലെയുള്ളവർക്ക് 20% വരുന്ന ഈ വിഭാഗത്തെ കുറിച്ച് നിങ്ങൾ എന്താ വിട്ടാത്തത്? അതുകൊണ്ടാണ് ശക്തമായി താക്കീത് കൊടുത്തിരിക്കുക. താക്കീത് തന്നെയാണ്. 1 വർഷം കാത്തിരിക്കും. 1 വർഷത്തേക്കും ഈ 20% വരുന്ന മുസ്ലിം സമുദായത്തിൽ കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നണിയിൽ ജനസംഖ്യയ്ക്ക് ആനുപാതികമുള്ള സ്ഥാനമാനങ്ങൾ കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ കളി കളിക്കും. ആ കളി തോൽപ്പി പിന്നെ ആർക്കും സാധിക്കില്ല. ഞങ്ങളുടെ വോട്ട് കിട്ടി. ഞങ്ങൾ വെച്ചാൽ പണ്ട് അംബേദ്കറും കാൻശ്യാമും പറഞ്ഞു ഞങ്ങളുടെ വോട്ടിൽ നിങ്ങളുടെ ഭരണം വേണ്ടത്. അപ്പോൾ ഞങ്ങളുടെ വോട്ടിൽ നിങ്ങളുടെ ഭരണം വേണ്ടെന്ന് മൊയ്തീൻ ഷായും പറയാണ്. 1 വർഷം കാത്തിരുന്നു സ്ഥാനമാനങ്ങളിൽ പങ്കിടുമ്പോൾ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് ഈ സമുദായത്തിൽ എല്ലാവർക്കും കൊടുക്കണം. പ്രത്യേകിച്ച് ഈ സമുദായം കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് പാഠം പഠിപ്പിക്കും. നിങ്ങൾ വോട്ടിട്ട് ജയിക്കുന്ന കാണണം. കേരളത്തിൽ പോലും ഇത് മുള്ളാളിയല്ലത്. കാരണം ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് അവർക്ക് സംരക്ഷണം കിട്ടുന്ന ഭാഗത്തൊക്കെ ഞാൻ വൃക്ഷത്തിൽ കാര്യം പറഞ്ഞവരുണ്ട്. അവർക്ക് BJPയോട് സപ്പോർട്ട് ചെയ്ത് BJP സഹകരിക്കുകയും ഞങ്ങൾക്കെന്ത്? ഞങ്ങൾ ഇന്ന് ഇന്ത്യയിലെ 20% വന്ന മുസ്ലിം സമുദായത്തിൻ്റെ തീരുമാനം ഇതാണ്. ജനസംഖ്യയ്ക്ക് ആനുപാതിക സംവരണം എല്ലാ കാര്യങ്ങളിലും തന്നില്ലെങ്കിൽ 1 വർഷം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ BJP സപ്പോർട്ട് ചെയ്യും. എന്നിട്ട് കാര്യം പറയുന്നറിയോ? 1/5 ജനസംഖ്യയുണ്ട്, ഞങ്ങൾക്ക് എല്ലാ പങ്കിടുമ്പോൾ 1/5 ഇടും. ബാക്കി 4 ഭാഗം നിങ്ങൾ RSS എടുക്കുകയോ BJP എടുക്കുകയോ ഒപ്പെടുക്കുകയോ ആരും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ധാരണ എത്തിയാൽ പിന്നെ ഈ കത്തോലിക്ക കോൺഗ്രസ് ഇന്ത്യയിൽ ഒരു കാര്യമുണ്ടോ? ഉണ്ടോ? അത് പുള്ളളിയല്ല, വലിയൊരു ഫിലോസഫിയാണ് മൊയ്തീൻ ഷാ പറയുന്നത്. അതായത് ഇന്ത്യയിൽ ജീവിച്ച് വളർന്നു വരുന്ന ബുദ്ധിജീവികളായ പിന്നെ ഗവേഷക വിദ്യാർത്ഥി ഉൾപ്പെടെ മുസ്ലിം സമുദായ യുവാക്കളോട് പറയുന്നത്, അല്ലാതെ ഈ വയസ്സന്മാരോടും കള്ളന്മാരോടും അല്ല, കട്ടുകെട്ടൊന്നുമല്ല. ആ യുവതലമുറയിലെ ആൾക്കാർ പറയാണ്, നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ മുലായത്തെ പിന്തുണ കൊടുത്തല്ലോ. ഞാൻ ഉദ്ദേശിച്ച മുസ്ലിം സമുദായം. മുലായ നിങ്ങൾ എന്ത് ചെയ്തു? ലാലുവിന് പിന്തുണ കൊടുത്തല്ലോ. എന്ത് ചെയ്തു? ലാലു ആക്കിയത് കൊള്ള സെറ്റിൽ 2 പേര് വെച്ച് അവർ ജയിലിൽ കിടന്ന് ചെത്തും പോയി. മുലായം അത് തന്നെ. മുലായം എന്താണ്? മുലായം മാറി മുലായത്തെ 2ാം സ്ഥാനമായിട്ട് UP ഒരു മുസ്ലിമിൽ കൊടുത്തു. അയാൾ ജ്യേഷ്ഠനിലാക്കിയത്, ജ്യേഷ്ഠ മകനിലാക്കിയത്, പിന്നെ മകനിലാക്കിയത് അവരായി. മായാവതിയായി. മായാവതി ഒരു മുസ്ലിം കൊടുത്തോ? കാൻശ്യാമിൻ്റെ കാലത്ത് ചെറിയ വ്യത്യാസമായത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ബുദ്ധിയുള്ള മുസ്ലിം യുവാക്കളെ, ചിന്തകരെ, നിങ്ങൾ ഈ ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും കള്ളത്തരം മാറ്റിവെച്ചിട്ട് നിങ്ങൾ സ്വയമായിട്ട് ചിന്തിക്കുക. എന്താണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്താണ് നടക്കേണ്ടത്? അങ്ങനെ ഹിന്ദു സംഘപരിവാറിന് അല്ലെങ്കിൽ BJP ഗവൺമെൻറ്റിന് സപ്പോർട്ട് ചെയ്താൽ ആകെയുള്ള മുസ്ലിങ്ങൾ പകുതി പേര് BJP സപ്പോർട്ട് ചെയ്ത് ആരെത്തിയാൽ നിങ്ങളുടെ ഉപപ്രധാനമന്ത്രിയാക്കും. 2ാം സ്ഥാനം കിട്ടും. ഉപപ്രധാനമന്ത്രിയാവും, 2ാം സ്ഥാനം കിട്ടും. BJPയിലാണ് നിങ്ങൾ കാണിക്കും. നിങ്ങൾ കോൺഗ്രസ് കൊടുത്ത വോട്ടിൽ പകുതി വോട്ട് BJP കൊടുത്തതെങ്കിൽ ഒരു ധാരണ എത്തി. വെറുതെ വോട്ട് കൊടുത്താൽ പോരാ, അതുമായിട്ടൊരു ചർച്ച ചെയ്ത് തീരുമാനിച്ച് ധാരണ എത്തിയിട്ട് ഉപപ്രധാനമന്ത്രി ആകുമ്പോൾ 2ാം സ്ഥാനം കിട്ടും. അവർക്ക് സുഖമില്ല. പിന്നെ
പിന്നെ ആ ശക്തി തോൽപ്പിക്കാൻ അത് സാധിക്കില്ല. ഇപ്പം എന്താണ് ഈ സമരം? ഇപ്പോൾ കോക്രോച്ച് പാർട്ടി വന്നല്ലോ, കോക്രോച്ചിന് പ്രസ്ഥാനം ഉണ്ടായല്ലോ, പെട്ടെന്ന് എന്ത് ഒരു പരിധി വിട്ട് വിജയിക്കാത്തത്? അവിടെയാണ് മുസ്ലിം സമുദായത്തിലെ ചിന്തകര്, വിദ്യാർത്ഥികൾ, യുവാക്കൾ നിങ്ങൾ ചിന്തിക്കണം, എന്തുകൊണ്ടാണ് വരാത്തത്? മറ്റ് ലാലുവും മുലായവും നിതീഷും കതീഷും കുതീഷും എല്ലാം മുസ്ലിം സമുദായത്തിന്റെ വോട്ടും നോട്ടും കിട്ടിയാണ് അധികാരത്തിൽ കയറിയത്. ലാലു അതെ, മുലായതെ, എല്ലാവരും അതെ. കാരണം 20% സപ്പോർട്ടില്ലേ. അങ്ങനെ അവരുടെ വോട്ട് കിട്ടി, അവരുടെ പണവും കിട്ടി, അധികാരത്തിൽ കയറിയപ്പോൾ അവർ തഴഞ്ഞു കളഞ്ഞു. അതുപോലെ എല്ലാ ഇപ്പോൾ എന്ത് സമരം വന്നാൽ ഡൽഹിയിൽ വിജയിക്കും, കാരണം ഈ സമുദായം സഹകരിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞാൻ മാത്രമല്ല, ഞങ്ങൾ ഈ ഇങ്ങനെ ചിന്തിക്കുന്ന മുസ്ലിം വർഗത്തിൽ, മുസ്ലിം സമുദായത്തിൽ ഒരു ശക്തമായൊരു വിങ് പറഞ്ഞു, രഹസ്യമായിട്ട് പറഞ്ഞെന്നറിയോ, നിങ്ങൾ എടുത്ത് ചാടണ്ട. ഇതിനു മുമ്പ് ഇറങ്ങിയില്ല ആം ആദ്മി പാർട്ടി, ഇതിനൊക്കെ വലിയതായിട്ട് വന്ന് അവർ വന്നപ്പോൾ അവസാനം BJP ടീമായി. അത് കഴിഞ്ഞ് അത് മുമ്പ് ആസാമിലെ വിദ്യാർത്ഥി ഗണപരിഷത്ത് വലിയ പരിഷ്കാരം, വലിയ ചിന്ത, അവന് അവസാനം BJP. ഇവർ നാളെ BJP ആവൂലെന്തറിയുക. അതുകൊണ്ട് നിങ്ങൾ സ്റ്റഡി ചെയ്ത് വിഷു അറിഞ്ഞതിന് ശേഷം മതി. അല്ലെങ്കിൽ നിങ്ങൾ ചെറുപ്പക്കാർ ഇറങ്ങും, നിങ്ങളെല്ലാം നോട്ട് ചെയ്യും, മുസ്ലിങ്ങളെല്ലാം അകത്തോടും, ബാക്കിയുള്ളവർ പുറത്തു വിടും. അങ്ങനെ നിങ്ങൾ നിന്ന് കൊടുക്കണ്ട, അതിന് ശേഷം മതി. അതാണ് ഈ സമരം കൊണ്ട് പരിധി വിട്ട് വിചാരിച്ചത്. പണവും വേണം, വോട്ടും വേണം. 10% ഉള്ളു മുന്നോക്ക സമുദായം, പക്ഷേ പണം മുഴുവൻ അവരുടെ കയ്യിലാണ്, അധികാരം മുഴുവൻ അവരുടെ കയ്യിലാണ്, അവർ സപ്പോർട്ട് ചെയ്യും. അതാണ് ഈച്ച പാർട്ടി ആണ് കിളച്ചു പിടിക്കാത്തത്. മനസ്സിലായോ? മറ്റ് എത്രയോ സമരങ്ങൾ നടന്നത്, കർഷക സമരങ്ങൾ, മറ്റേ 3-4 സമരത്താലും വിജയിച്ചില്ലേ എന്നെ അറിയാലേ. അതൊക്കെ എന്താ, അതിൽ മുസ്ലിം സമുദായം N ബ്ലോക്ക് കംപ്ലീറ്റ് അവർക്ക് അനുകൂലം പണം കൊടുത്ത് ആൾ സാധനം ഉണ്ടായി. ഇതിപ്പോൾ ആൾ വെറുതെ ഇറങ്ങാൻ വരട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത്. മുസ്ലിം സമുദായത്തിലെ ബുദ്ധിജീവികളോട് മൊയ്തീൻ ഷാ ഉൾപ്പെടെ ഗ്രൂപ്പ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ചാടി ഇറങ്ങാൻ വരട്ടെ, നിങ്ങൾ പുറകെ വന്ന് വീക്ഷിച്ചതിന് ശേഷം ഇറങ്ങിയാൽ മതി. അല്ല, നമ്മൾ എതിർക്കണ്ട, പക്ഷെ അനുകൂലിക്കാൻ വേണ്ട. നിങ്ങൾ മാറി പുറത്ത് നിന്ന് കണ്ട് ഞങ്ങൾ കൂടെ സ്റ്റഡി ചെയ്യട്ടെ, തീരുമാനിക്കട്ടെ, ഞങ്ങൾ ഗ്രൂപ്പ്, എന്നിട്ട് നിങ്ങൾ ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ആരും ഇറങ്ങാത്തത്. ആ പ്രസ്ഥാനം എതിരില്ല, പക്ഷെ അനുകൂലപ്പെട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കേസ് വരുമ്പോഴല്ലോ അവസാനം ഈ മുസ്ലിം ചെറുപ്പക്കാർ പോയിട്ട് അകത്ത് കിടക്കും, ബാക്കിയുള്ളവർക്ക് പുറത്തു പോയി ചെയ്യും. അത് BJP മറ്റു തന്ത്രമാണ്. BJP തന്ത്രം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറ്റപ്പെടുത്തുക എന്നറിയോ, നമ്മൾ കക്കാൻ ഇറങ്ങിയത് വിജയിക്കണോ, തെറ്റോ ശരി വേറെ വരണം. അതുപോലെ BJP ഭരണത്തിൽ നിൽക്കാണോ പിടിക്കാൻ നോക്കും. ഇപ്പോൾ വലിയൊരു വിഷയമുണ്ട്, വലിയൊരു വിഷയമാണ്. അവിടെയാണ് കോൺഗ്രസിൻ്റെ ഇപ്പോൾ മല്ലനും മാധവിൻ്റെ കാര്യം പറഞ്ഞാൽ കോൺഗ്രസ് ഇപ്പോൾ അറിയാം. ആ കർണാടകയിൽ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മറ്റെല്ലാം ചേർന്നിട്ട് BJPയുടെ RSSന്റെ രജിസ്ട്രേഷൻ കുറിച്ച് വിഷയം വന്നിട്ടുണ്ട്. കേരളത്തിൽ രക്ഷപ്പെട്ടോ? ഈ സതീശൻ, ഗുണേശനൊക്കെ മിണ്ടുന്നുണ്ടോ? അപ്പോൾ ഇത് ഉള്ളിൻ്റെ ഉള്ളിലൊരു മനഃശാസ്ത്രമാണ് പറയുന്നത്. ഉള്ളിൻ്റെ ഉള്ളിലെന്ന് വെച്ചാൽ 10% ഉള്ളെങ്കിലും സവർണ വിഭാഗത്തിന് കയ്യിലാണ് ഇന്ത്യയിലെ സമ്പത്ത് മുഴുവൻ. അതിൽ ഒരു 90% പേരും ഉള്ളുകൊണ്ട് RSSനോട് അല്ലെങ്കിൽ സംഘ് പരിവാറിനോട്, BJPയോടല്ല, സംഘ് പരിവാറിനോട് താല്പര്യമുണ്ട്. ഈ മോഹൻലാൽ വരും RSSന് കപ്പം കൊടുക്കുന്ന മാസം കൊടുക്കുന്നതാണ്, ലവി കൊടുക്കാൻ പറയും. അവിടെ മോഹൻലാൽ RSS ആയിട്ട് ഞാൻ പറയുന്നില്ല. അപ്പം അതാണ് അവർ അതിൻ്റെ കാരണം വെച്ചാൽ ഈ 90% വരുന്ന പിന്നോക്കത്തിൽ ന്യൂനപക്ഷങ്ങൾ ഒരുമിച്ച് മൂത്രമൊഴിച്ചാൽ പോകാനുള്ളൂ 10% മുന്നോക്ക സമുദായം, സംസ്കാരം ആര്യന്മാർ. അപ്പോൾ അവരുടെ രഹസ്യമായിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ഞങ്ങളെ സഹായിക്കുന്നത് പറഞ്ഞാൽ അവർ കൊടുത്തു പോകും, കുറ്റം പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവർ കൊടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ അവരിൽ RSS എന്നല്ല പറഞ്ഞത്. അതാണ്, അതുകൊണ്ട് അങ്ങനെയാണ്. കേരളത്തിലാണെങ്കിലും രമേശ് ആണെങ്കിലും സതീഷ് ആണെങ്കിലും ഉള്ളുകൊണ്ട് ഈ ഗ്രൂപ്പോട് ഒരു താല്പര്യം കാണിക്കും. സതീഷിനൊക്കെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ രമേശൊക്കെ അതിന് കാരണമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളുടെ വോട്ട് ഇവർക്ക് കൊടുത്ത് എന്നിട്ട് നക്കാപ്പിച്ച ആനുകൂല്യം വാങ്ങിക്കാതെ നമ്മുടെ വോട്ട് ശക്തമായിട്ട് പറഞ്ഞ് വിറ്റ് അല്ലെങ്കിൽ പരസ്യമായിട്ട് ഒരുമിച്ച് കൊടുത്ത് നമ്മൾ അവകാശം നേടിയെടുക്കണം. മുസ്ലിങ്ങളെ സംബന്ധിച്ചെന്താണ്, RSSൽ ആരായാലും എന്താ, അവർക്ക് ജനസംഖ്യയ്ക്ക് ആനുപാതികമായ ആനുകൂല്യം ഭൗതികമായിട്ട് വേണം, ആത്മീയമായിട്ടല്ല. അത് ആവശ്യപ്പെടാൻ പാടുള്ളൂ. അല്ല, അവർ അധികാരം ഒരു ഭൂരിപക്ഷ രാജ്യത്ത് ന്യൂനപക്ഷം ഒരിക്കലും ഭരണത്തിൽ വരില്ല, വന്ന് ചരിത്രമില്ല. ഇവിടെ ചെല്ലും ഒരു 47 മുസ്ലിങ്ങൾ ഇന്ത്യൻ രാജ്യമാവും, പിന്നെ എന്താണ് അങ്ങനെയൊക്കെ ഉണ്ട്. അതൊന്നും
ശത്രുക്കൾ പറഞ്ഞു വരുത്തും, അല്ലെങ്കിൽ തട്ടിപ്പോയിക്കും. അത് സാധാരണഗതിയിൽ ഒരു ഭൂരിപക്ഷ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ ജനാധിപത്യ അധികാരത്തിൽ വന്നിട്ടില്ല. ന്യൂനപക്ഷത്തിൽ വ്യക്തികൾ അധികാരത്തിൽ വരും. അത് വ്യക്തികൾ വരുന്ന ഭൂരിപക്ഷത്തിൻ്റെ സപ്പോർട്ട് കൂടിയാണ്. അല്ല ന്യൂനപക്ഷം ഒറ്റക്കുന്നല്ല. അത് സാധാരണ അതാണ്, 99% അങ്ങനെയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അധികാരത്തിൽ വരാൻ നിങ്ങൾ നോക്കരുത്. നിങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കണം, തൊഴിൽ വേണം, പാർപ്പിടം വേണം, സമാധാനം ജീവിക്കണം. അതിന് നിങ്ങൾക്ക് സംഘപരിവാറാണ് ആനിൽ എത്തുന്നതെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യണം. ഒളിച്ചു പോകത്തില്ല. ഇപ്പം നമ്മൾ ആന്ധ്രക്കാരനായ ഒവൈസി BJPയുടെ ചാരനാണെന്ന് ചില സുന്നി സംഘടനയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അയാൾ എങ്ങനെ ആകാതിരിക്കും? കോൺഗ്രസ് മുന്നിൽ ചേർക്കില്ല, കമ്മ്യൂണിസ്റ്റ് മുന്നിൽ ചേർക്കില്ല. 2 മുന്നണി ആളുകൾ ഇന്ത്യയിലുള്ളത്, ബാക്കി 0 പിന്നെ അവരെന്ത് ചെയ്യണോ? ഒരു രജിസ്റ്റർ ചെയ്ത് രാഷ്ട്രീയ പാർട്ടി അവർ ഇലക്ഷൻ മത്സരിക്കാൻ പാടില്ലെന്നതിൽ എന്ത് ന്യായമാണത്? അപ്പോൾ മുന്നണി ചേർക്കാൻ പറഞ്ഞത് ചേർക്കില്ല. അതാണ് ഞങ്ങൾ പറഞ്ഞത്. ജയപ്രകാശ് നാരായൺജി പറഞ്ഞതുപോലെ BJP ഒഴിച്ചുള്ള ബാക്കി എല്ലാ പാർട്ടികളും ചേർത്തിട്ട് മുന്നണി ഉണ്ടാക്കി മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഈ വിഡ്ഢി കോപ്പർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അയാൾ എന്തെങ്കിലും രഹസ്യമായിട്ടെങ്കിലും അവർ ഒറ്റക്ക് മത്സരിച്ച് അവർ ശക്തി കാണിക്കുമ്പോൾ അത് ദൂഷ്യം ചെയ്ത് ന്യൂനപക്ഷങ്ങൾക്കാണെങ്കിൽ കോൺഗ്രസ് പ്രതിപക്ഷ മുന്നണിക്കാണ്, അത് BJPക്ക് നേട്ടം ചെയ്യും. അതിനല്ലേ എന്തുകൊണ്ട് ആന വിരണ്ടോടി എന്ന് വൈലപ്പള്ളി ശ്രീരമേനോൻ കന്നിക്കൊയ്ത്ത് സിനിമയിൽ ചോദിച്ചില്ലല്ലോ. പകലന്തിയോളം പിന്നെ നേരെ വെളുക്കോളും എഴുന്നള്ളിച്ചടത്തി വേണ്ടത്ര വിശ്രമമോ ഭക്ഷണമോ കൊടുക്കാതെ അവശനായി കൊണ്ടുവന്ന ആനയെ കാട്ടിൽ അമ്പലപ്പറമ്പിൽ വൻ വൃക്ഷത്തിൽ തളയ്ക്കാൻ വേണ്ടി കുറ്റിയിട്ട സമയത്താണ് വെടിപൊട്ടിയത്. അവിടെ ആനക്കാരന് അത് കുറ്റിയിടാൻ പറ്റില്ല. അയാൾ പേടിച്ച് ഓടിപ്പോയപ്പോൾ ആന പോയത് ആനയാണ്, പൂച്ചയോ പട്ടിയല്ല. അപ്പോൾ അത് ചില മുട്ടകൾക്ക് ഉണ്ടായിക്കണം. എന്നിട്ട് ആന വെടിവെച്ചു വന്ന ആൾക്ക് എന്താണ് അത് 60-70 വർഷം മുമ്പ് വൈലപ്പള്ളി ശ്രീരമേനോൻ പറഞ്ഞാണ് അയാൾക്ക് അവാർഡ് കൊടുക്കുകയാണ്. എന്തുകൊണ്ട് ആന ഓടി? അതുപോലെ ഒവൈസി എന്തുകൊണ്ട് BJP ചാനലാകുന്നു? എടോ മരമണ്ടന്മാരെ, പൊളിറ്റിക്കൽ രീതി അറിയില്ലെങ്കിൽ കോൺഗ്രസ്സുകാരുടെ പ്രതിപക്ഷ പാർട്ടി, ബാക്കിയെല്ലാം എൻ്റെ കൂടെയുള്ള ശില്പത്തികൾ ഉപഗ്രഹങ്ങളാണല്ലോ ബാക്കിയല്ല. അതിന് കോൺഗ്രസ്സുകാർ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണോ ഒവൈസി BJP ചാനലാകുന്നു? BJP ചാനലില്ല. നിങ്ങൾക്ക് തോന്നും പുള്ളിയുടെ പ്രവർത്തനം BJPക്ക് അനുകൂലമാവും, അതിനർത്ഥം പുള്ളിക്ക് മത്സരിക്കണ്ടേ? നിങ്ങൾക്കൊരു ഞാൻ പറഞ്ഞല്ലോ, ബീഹാറിൽ വന്നു 5-6 സീറ്റ് കൊടുത്തിട്ട് മുന്നണിയിൽ ചേർക്കാൻ പറ്റൂല്ലെങ്കിൽ നിങ്ങൾ ചേർക്കണ്ട. നിങ്ങൾ വലിയ തമ്പുരൊക്കെ വരും, അവരൊക്കെ പിന്നെ 2-5 കടയാണല്ലോ. ഓക്കെ, ഞാൻ ഒവൈസിയോട് വാദിക്കല്ല. പക്ഷേ മനഃശാസ്ത്ര ആളും നൽകി പറയാതിരിക്കാൻ പറ്റില്ല. അയാൾക്ക് 5-6 സീറ്റ് കൊടുത്ത് മാറ്റി നിർത്തണം. അപ്പോൾ ശല്യം തോന്നല്ലേ? ബാക്കികൾക്ക് എടുക്കാമല്ലോ. അത് ചെയ്യുമോ? അതും ചെയ്യില്ല, മത്സരിക്കാൻ പാടില്ല. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഇപ്പോൾ CMPയുടെ ആളാണ്, CMP അനുഭാവിയാണ്, പക്ഷേ കോൺഗ്രസ് ആണെന്ന് വിക്ടർ എന്ന ആൾ പേര്. വിക്ടർ എന്ന ആൾ വളരെ ബുദ്ധിജീവിയാണ്. പുള്ളിയും പറഞ്ഞ് ഒവൈസി BJPക്ക് വേണ്ടിയെന്നൊക്കെ. BJPക്ക് വേണ്ടിയല്ല ഞാൻ പറയും, BJPക്ക് വേണ്ടിയല്ല. പക്ഷേ ഒവൈസിയുടെ പ്രവർത്തനം BJPക്ക് അനുകൂലം വരും. അങ്ങനെ അനുകൂലം വരണമെങ്കിൽ മുള്ള് വന്ന് ഇലയിൽ വീണാലും ഇല വന്ന് മുള്ളിൽ വീഴും, ഇലക്കാണ് കേടെന്ന് പണ്ട് കാരണന്മാർ പറഞ്ഞ ഭാഷ സന്തോഷിച്ചാൽ ഒവൈസിയാണ് ഒറ്റക്ക് മത്സരിച്ച് നേട്ടം പറ്റുന്നത് BJPക്കാണെങ്കിൽ അത് ഒഴിവാക്കാൻ ചെയ്യണം. പുള്ളി നിങ്ങളുടെ കൂടെ ചേർക്കണം. ഇനി നിങ്ങളുടെ കൂടെ ചേർക്കാൻ പറ്റില്ല 4-5 സീറ്റ് ബീഹാറിൽ 5-6 സീറ്റ് കൊടുത്ത് മാറ്റി നിർത്തിക്കണം. അപ്പോൾ അവിടെ കാണിച്ചോളൂല്ലേ, ബാക്കിയുള്ള കിട്ടൂലേ? അതൊന്നും കാണിക്കില്ല. മമത ഇപ്പോൾ ഉരുണ്ട് കളിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 10-30-40 വർഷം രാജ്യം ഭരിച്ച ഏകാധിപതിയെ പോലെ, അല്ലെങ്കിൽ ഏകമായിട്ട് ഒറ്റക്ക് രാജ്യം ഭരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മമത പുല്ലുപോലെ കളഞ്ഞ് ഞാൻ തന്നെ രാജാവ്, ഞാൻ തന്നെ ഇല്ല. ഇപ്പം കണ്ടില്ലടോ മമതയെ. നിന്നേക്ക് എങ്ങനെയാണ് ബുദ്ധിജീവി എന്ന് പറയുന്നത്? തന്ത്രമില്ലാത്ത എന്തോ ബുദ്ധിയാണ്. ബുദ്ധിയുടെ പര്യായമാണ് തന്ത്രം എന്ന് പറഞ്ഞത്. തന്ത്രം ഉണ്ടോ നിങ്ങൾക്ക്? തന്ത്രം ഉണ്ടെങ്കിൽ എന്താ കേട്ടെ, നിങ്ങളെ BJP വെച്ച് ബാക്കി എല്ലാവരും ചേർത്ത് നിങ്ങൾ മുന്നണി ഭരിക്കില്ലേ? അപ്പോൾ പങ്കെടുത്തേ. അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം BJP അധികാരത്തിൽ കയറ്റാൻ ആരെയും ധരിച്ച കുറ്റം പറയാൻ പറ്റുമോ? അവർ കോൺഗ്രസ് ശീല ദീക്ഷിതുണ്ട്, അതൊരു കള്ളിയാണ്. 10 രൂപയുള്ള പേര് 10,000 രൂപയ്ക്കാണ് ബില്ല് എഴുതി ഏഷ്യാനിൽ കോടികൾ കട്ട് ഉണ്ടാക്കി അതുകൊണ്ട് BJP ഭരണം കൊടുത്തിട്ട് അവൾ പോയി. മറ്റു വേറൊരാളുണ്ട്, അശോക് ഗെഹ്ലോട്ട്. എവിടെയാണ്? രാജസ്ഥാനിൽ. അയാൾക്ക് മുഖ്യമന്ത്രിയാൻ വേണ്ടി ശ്രമിച്ചു. അയാൾ BJP ഭരണം കൊടുത്തു. മധ്യപ്രദേശ് കൊടുത്തു, ഛത്തീസ്ഗഡ്, എല്ലാ കോൺഗ്രസ് നേതാക്കളെല്ലാം BJP ഭരണം കൊടുത്തു. കോൺഗ്രസ് നേതാക്കളെ കള്ളന്മാരെ,
പറയുന്നതാണ് കള്ളന്മാരെ. നിങ്ങൾക്ക് ഈ രാജ്യോത്തര സ്നേഹമുണ്ട്, പ്രതിപക്ഷ പാർട്ടിയോട് ബഹുമാനമുണ്ട്, നിങ്ങൾ ചെയ്യേണ്ടതെന്നറിയോ? ആദ്യം അവസാനമായിട്ട് പറയണം, ഒടക്കത്തെ പറച്ചിലായിട്ട് പറയാണ്. നിങ്ങൾ BJP ഒഴിച്ച് ബാക്കി എല്ലാവരും ഒരു കുടക്കിൽ കൊണ്ടുവരണം. BJP ഒഴിച്ച് ബാക്കി എല്ലാവരും ഒരു കുടക്കിൽ നിർത്തിയിട്ട് അവർക്ക് പങ്കിട്ട് കൊടുക്കണം, സീറ്റ് പങ്കിടണം, യോജിപ്പോണം. അത് നിങ്ങൾക്ക് പറ്റുമോ? ഇതുവരെ എങ്ങനെ BJP താഴെ ഇറക്കുന്നതാണ്? എങ്ങനെ ഇറക്കും? കേരളത്തിൽ കോൺഗ്രസ് ഭരണം കിട്ടിയത് മൂന്നിലൊന്ന് വരുന്ന മുസ്ലിം സമുദായത്തിൽ 97% വോട്ടും ഏകകണ്ഠമായിട്ട് ഒരേ ചിഹ്നത്തിൽ അല്ല ഒരേ മുന്നണിയിൽ വോട്ട് കിട്ടിയോണ്ടാണ്. മറ്റു ചിലരും ചെയ്തിട്ടില്ലെന്നല്ല. അല്ലെങ്കിൽ ഇവിടെ അത് മാറിക്കഴിഞ്ഞാൽ ഇവിടെയും BJP വരും. ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തനം BJP വരാന്നുള്ളതാണ്. കോൺഗ്രസ് നേതാക്കളുടെ ഉദ്ദേശം BJP വരാന്നുള്ളതല്ല, കോൺഗ്രസ് വരാന്നല്ല. അതിൻ്റെ ഫിലോസഫി ഇതാണ്, കിട്ടുകയാണെങ്കിൽ എനിക്കില്ലെങ്കിൽ BJPക്ക്. മനസ്സിലായില്ലേ? പെണ്ണ് കാണാൻ പോയപ്പോൾ അച്ഛൻ പറഞ്ഞു ഒത്തിരി പുള്ളിക്ക് അല്ലെങ്കിൽ ഇരിക്കുന്ന പോലെ കിട്ടുകയാണെങ്കിൽ കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല. ഉണ്ണിത്താനൊക്കെ പറയാം, ഉണ്ണിത്താൻ്റെ മനഃശാസ്ത്രമോ, ഉണ്ണിത്താനൊക്കെ അധികാരം കിട്ടുകയാണെങ്കിൽ കോൺഗ്രസ് ഒന്നുണ്ട്, അല്ലെങ്കിൽ BJPക്ക് ആയിക്കോട്ടല്ല. ഉണ്ണിത്താനും അല്ലെങ്കിൽ പൊങ്കച്ചതും പറയുന്നും വേണ്ട. നിങ്ങളുടെയൊക്കെ മനസ്സ് അങ്ങനെ തന്നെ വായിച്ചിരിക്കുന്നതാണ് മൊയ്തീൻ ഷാ ഗ്രൂപ്പ്. എടോ ഉണ്ണിത്താൻ പറയണേ, ഞാൻ KPC എനിക്ക് ജാതി നോക്കിയിട്ട് കാലം എനിക്ക് KPC പ്രശ്നമുണ്ട്. എടോ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. 100 വോട്ട് കിട്ടുന്നത് ഉണ്ണിത്താനൊക്കെ KPC പ്രശ്നമായി കഴിഞ്ഞാൽ പിന്നെ വടി പിടിച്ചാൽ മതിയല്ലോ. അത് കോൺഗ്രസ് ആണെങ്കിലും പ്രതിപക്ഷ പാർട്ടികളും മര്യാദക്ക് സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് കാര്യശേഷിയോടി നിഷ്പക്ഷമായിട്ട് 20% വരുന്ന ഈ സമുദായത്തിന് ജനസംഖ്യക്ക് ആനുപാതികമായിട്ടുള്ള ആനുകൂല്യം അല്ലെങ്കിൽ വിഹിതം കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു തുരുപ്പുചൂട്ടി ഞങ്ങളുണ്ട്. ആ വോട്ട് ബാങ്ക് നേരെ BJPയുടെ ചെലുത്തും, ഒരു ധാരണ എത്തും. BJP അതോടെ പിന്നെ BJP തോൽപ്പിക്കുക ഒരു ശക്തി സാധിക്കും, ഒരു കത്തോലിക്ക കോൺഗ്രസ് പിന്നെ സാധിക്കില്ല. അതൊന്നും ചെയ്യിക്കരുത്. പല പ്രാവശ്യം പറഞ്ഞു. അതിന് 1 വർഷം നിങ്ങൾ സമയം തരുന്നുണ്ട്. അയോധ്യയിൽ നിന്ന് മത്സരിച്ച് ജയിച്ചു വന്ന ഒരു ദളിത് SP-യുടെ ആളെ 4ാം റോയിലിരുന്ന് അയാളെ പിടിച്ചോടുന്ന രാഹുൽ ഗാന്ധി മടിയിലിരുത്തി 1ാം റോയിലിരുത്തി. എടോ നിങ്ങൾ ഈ 20% മുസ്ലിങ്ങളുടെ അടുത്ത് നിങ്ങൾ ആരോടും നിങ്ങളെ അടുത്തുള്ളത് മാസം നിങ്ങൾ ചാണം വെച്ച് തളിക്കേണ്ടത്, ആണത്തോളം തളിക്കേണ്ട നിങ്ങൾക്ക് വൃത്തിയോട് കാണിക്കുമ്പോഴേ നിങ്ങൾ മുസ്ലിം വാക്ക് ഉച്ചരിക്കുന്നുണ്ടോ? മുസ്ലിം വേണ്ടി എല്ലാം ചെയ്യുന്നുണ്ടോ? വോട്ട് വേണം, എന്ത് ന്യായമാണ്? അതുകൊണ്ടാണ് പറയുന്നത്, ആദ്യം അവസാനമായിട്ട് പറയണം, പെണിക്കാലും വേണ്ട, എന്നെ തല്ലിക്കൊന്നാലും വേണ്ട, ഞങ്ങളുടെ വോട്ടിൽ നിങ്ങളുടെ ഭരണം വേണ്ട, ഞങ്ങളുടെ വോട്ടിൽ ഞങ്ങൾക്ക് കൂടി ഭരണ ഭാഗമാകണം. ഇത് അവസാന വാക്കാണ്. ഇത് ഒരു മൊയ്തീൻ ഷാ വകയല്ല. ഇന്ത്യയിലെ 20 കോടി മുസ്ലിങ്ങൾ ചിന്തിക്കുന്ന യുവാക്കളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വളരെ നിഗൂഢവും രഹസ്യവും തന്ത്രവും യുക്തവും ബുദ്ധിപരമായ കാര്യമാണ്. അത് വേഷം കെടുക്കും. നിങ്ങൾക്ക് ലീഗിനെ പറ്റിക്കാം. സതീഷ് കംപ്ലീറ്റ് ലീഗിനെ പറ്റിച്ചില്ലേ? ലീഗിനെ ഒതുക്കിക്കളഞ്ഞില്ലേ? അൻവറിനെ എടുക്കാൻ പറഞ്ഞിട്ട് കുഞ്ഞാക്ക് പോലും പറഞ്ഞിട്ട് സതീഷ് ചെയ്തോ? എന്താണ് സതീഷിനെ ചെയ്യാത്ത? കാരണം RSS വിരോധിയായിട്ടാണ് അൻവർ വന്നത്. അൻവർ മണ്ടനാണ്, അത് സമ്മതിച്ചു. അതെന്താ ചെയ്യാൻ പറ്റും? ഇതില്ലാതെ പോയി. അല്ലാതെ വന്ന് എത്ര പേര് മന്ത്രി വരെയായി അല്ലെങ്കിൽ MLA ആയിട്ടുണ്ട്. എത്ര പേര് ഒരു ആൾ സ്വാധീനമില്ലാത്ത അൻവറിൻ്റെ 10ലൊന്നും 100ലൊന്നും ആൾ സ്വാധീനമില്ലാത്ത ഒരു 2-3 പേര് മന്ത്രിയായില്ല. ഇവിടെ വിഷാരടിയായി, MLA ആയി, സന്ദീപായി. ഇത് അൻവർ. അപ്പോൾ അൻവർ വണ്ട എന്താ ചെയ്യുക? അവൻ വൈരാഗ്യ ബുദ്ധി അത് അവിടെ പോയി അവിടെയാണ് നിൽക്കേണ്ടത്. അതങ്ങനെ നിൽക്കണം. അങ്ങനെ തോൽക്കുന്ന ഉറപ്പുള്ളത് പോയി നിൽക്കാൻ പറ്റുമോ? എന്നിട്ട് അഹങ്കാരം പറഞ്ഞറിയോ? ഞാൻ 4 മണിയാകുമ്പോൾ ഞാൻ തല 10,000 ആൾക്കാരോട് വരും, ഇല്ലെങ്കിൽ തല മൊട്ടടിക്കാന്നൊക്കെ. കള്ളൻ. ജീവിച്ചിരിക്കുന്ന ആളെ പറഞ്ഞത് കള്ളത്തെ കാണിക്കരുത്. കള്ളുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാ തിണ്ണയും മണ്ണാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നത്. ചില തിണ്ണ കല്ലുണ്ട് എന്ന് പണ്ട് കാതന്മാർ പറയും പോലെ ഈ കോൺഗ്രസ് നേതാക്കൾ നിങ്ങൾ അഭ്യാസം കാണിച്ച് RSSന് കാണിച്ച് ഞങ്ങൾ ഇനി പേടിപ്പിക്കാതുകൊണ്ട് ഭീഷണിപ്പെടുത്തിയും കാര്യമില്ല. മാന്യമായിട്ട് 5-1 ദേശീയ ലെവലിലും 3-1 സംസ്ഥാന ലെവലിലും ഈ സമുദായത്തിന് അതുപോലെ എല്ലാവർക്കും ജനസംഖ്യ അനുവാദമായിട്ട് കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ യുക്തമായി തീരുമാനമെടുക്കും. ഞങ്ങളുടെ കയ്യിൽ ആ തുരുപ്പൂലാനുണ്ട്, അത് നിങ്ങൾ ഇറക്കും. അവിടെ മൊയ്തീൻ ഷാ ഗ്രൂപ്പിൽ നിന്നും പിന്നെ ഇത് കാണിച്ച് പേടിപ്പിക്കരുത്. വണ്ടി വലിക്കുന്ന കാലൊക്കെ അണ്ടി ഒരു ഭാരം എന്ന് പറയുമ്പോലെ ഞങ്ങൾക്ക് ഇതൊരു ഭാരമല്ലേ ഉള്ളൂ. 77 വർഷക്കാലം ജീവിച്ചിക്കലേ, ഒരു പഞ്ചായത്ത് മെമ്പർ പോലെ ജീവിച്ചിക്കല്. ഇനി ആ ചെറിയ കാലം ജീവിക്കാൻ പ്രയാസമല്ല. ഇനി നമ്മൾ എല്ലാവർക്കും നീതി ലഭിക്കുന്ന സംവിധാനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.